അറിയാമോ? മിഷേലിനെ അറിയാമോ? അറിയാമോ അറിയത്തില്ല? അറിയാം. എന്താ കാരണം? സ്റ്റേബിൾ കോൺഫിഗറേഷൻ ഉണ്ട്. അറ്റോമിക് സൈസ് സ്മോളാ. ആറ്റോമിക് സൈസ് സ്മോളാന്ന് ആര് പറഞ്ഞു? അങ്ങനെയാണെങ്കിൽ അവരെക്കാട്ടിലും സ്മോൾ ആണല്ലോ തൊട്ടിപ്പുറത്തുള്ള ഫ്ലോറിൻ. അങ്ങനെയാണെങ്കിൽ ഫ്ലോറിനല്ലേ മാക്സിമം വരണ്ടേ? ശരിയല്ലേ? അല്ലേ? ആണ്. അപ്പം ഇവിടെ ശരി, ആദ്യം പറഞ്ഞത് ഉത്തരം ശരിയാണ്. പിന്നെ അതിനകത്ത് എക്സ്ട്രാ ആയിട്ട് പറയാൻ പോയതാണ് തെറ്റിപ്പോയത്. ഒറ്റ കാര്യമേ ഉള്ളൂ. എന്താണെന്നറിയോ? നിയോണിന്റെ ഇതെന്ന് പറയുമ്പോഴത്തേക്കും എത്രയാ? നിയോൺ എത്രയാ അറ്റോമിക് നമ്പർ? 10 ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എത്രയാ? 2, 8. അപ്പം ഫസ്റ്റ് ഷെൽ, ഇത് സെക്കൻഡ് ഷെൽ. സെക്കൻഡ് ഷെൽ 1, 2, 3, 4, 5, 6, 7, 8 കംപ്ലീറ്റ്ലി ഫിൽഡാണ്. അപ്പം കംപ്ലീറ്റ്ലി ഫിൽഡാന്ന് പറയുമ്പോൾ ദേ ആർ സ്റ്റേബിൾ എന്നർത്ഥം. സ്റ്റേബിൾ. രാവിലെ നിങ്ങളുടെ അമ്മമാര് വന്നിട്ട് നിങ്ങളെ പൊക്കാൻ പെടുന്ന പാട് അമ്മമാർക്കറിയാം, അല്ലയോ? ആണോ? നിങ്ങൾ സ്റ്റേബിൾ കോൺഫിഗറേഷനിൽ കിടന്ന് ഉറങ്ങുക ആണോ ആരോണേ? 5 മണിയാകുമ്പോൾ വന്ന് സിംഹങ്ങൾ പൊക്കും നിന്നെ, അല്ലയോ? ആണോ? ആണ്. അപ്പൊ നീ സ്റ്റേബിൾ കോൺഫിഗറേഷനിൽ കിടക്കുക. നിന്നെ പൊക്കാൻ എളുപ്പമാണോ? ഇല്ല. അപ്പൊ എന്ത് ചെയ്യും? ഒന്നേ നിന്നെ ഇങ്ങനെ പിടിച്ചു പൊക്കുമല്ലേ, നിന്റെ തലേ വെള്ളം കോരി ഒഴിക്കും, അല്ലേ? ശരിയല്ലേ? അപ്പൊ അയോണൈസേഷൻ എനർജി കൂടുതൽ കൊടുക്കണം. മനസ്സിലായോ മിഷേലിനെ? മിഷേൽ രാവിലെ കിടന്ന് ഉറങ്ങുമ്പോൾ അമ്മ വന്ന് എണ്ണിപ്പിക്കുമ്പോൾ മടിയോട് കൂടിയാണോ എണ്ണിക്കുന്നത്, അതോ അമ്മ വന്ന് എണ്ണിക്കുമ്പോ ഞാൻ എണ്ണീറ്റ് വരികയെന്നോ അങ്ങനെ പറയോ? അതോ എങ്ങനെയാ? മടിയോടെയാണ്. ഉണ്ടോ? അപ്പൊ ആദ്യം 1-2 പ്രാവശ്യം അമ്മമാരെന്ത് ചെയ്യും? പോട്ടെന്ന് പറഞ്ഞു വേണം. 3-ാമത്തെ പ്രാവശ്യം എന്ത് ചെയ്യും? എടുത്ത് വെള്ളം കോരി ഒഴിക്കും. എൻ്റെ അമ്മയൊക്കെ ഞാൻ 10ാം ക്ലാസ്സിൽ പഠിച്ചപ്പോഴൊക്കെ അങ്ങനെയാണ്. 10ാം ക്ലാസ്സിൽ പഠിച്ചപ്പോയില്ല, ഒരു 9ാം ക്ലാസ്സിലൊക്കെ പഠിച്ചപ്പോൾ. 10ാം ക്ലാസ്സിൽ തന്നെ എണീക്കുക തന്നെയാണ്. 9ാം ക്ലാസ്സിൽ പഠിച്ചപ്പോൾ അമ്മ എന്ത് ചെയ്യുന്നറിയോ? മോന്ത് വെള്ളം വന്ന് കൊണ്ടുവന്ന് ഒഴിക്കും. കാരണം 10 മണിയായാലും എണീക്കത്തില്ല പഠിക്കാൻ, സ്റ്റഡി ലീവാണ്. അപ്പോൾ അങ്ങനെ പറഞ്ഞാൽ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അപ്പം സ്റ്റേബിൾ ആയിട്ടിരിക്കുന്നിടത്ത് അയണൈസേഷൻ എനർജി എന്തായിരിക്കും? വളരെ കൂടുതലായിരിക്കണം. അപ്പം ഇങ്ങനെ എഴുതിയാൽ മതി. ഇതിൻ്റെ റീസൺ എന്താ എഴുതേണ്ടത്? The outermost shell of neon is completely filled. Completely filled. So they are in stable configuration. They are in stable configuration. അതാണ് എൻ്റെ റീസൺ. അത്രേ ഉള്ളൂ. മനസ്സിലായോ? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. ഇലക്ട്രോൺ affinity is maximum in dash എന്ന് പറഞ്ഞാൽ ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ തന്നിട്ടുണ്ട്: എ മഗ്നീഷ്യം, ബി ആർഗൺ, സി ലിഥിയം, ഡി ബ്രോമിൻ. ഇലക്ട്രോൺ അഫിനിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ഇലക്ട്രോണിനോടുള്ള സ്നേഹം കൂടണമെങ്കിൽ ന്യൂക്ലിയർ ചാർജ് കൂടിയിരിക്കണോ കുറഞ്ഞിരിക്കണോ? ഇപ്പം ഞാൻ ന്യൂക്ലിയസ്, എനിക്ക് വെളിയിൽ കൂടെ പോകുന്നത് ഇത് എൻ്റെ ഫസ്റ്റ് ഷെല്ലിലുള്ള ഇലക്ട്രോൺ, ഇത് എൻ്റെ സെക്കൻഡ് ഷെല്ലിലുള്ള ഇലക്ട്രോൺ ആണല്ലോ. എനിക്ക് ന്യൂക്ലിയർ ചാർജ് കൂടുതലാണെങ്കിൽ എന്ത് ചെയ്യും? ഇദ്ദേഹം ഇവിടെ വന്നിരിക്കും, നീ ഇദ്ദേഹം ഇരിക്കുന്ന പൊസിഷൻ വന്നിരിക്കും, ആണല്ലോ. അപ്പോൾ സൈസ് കുറയും, ആണോ? ആണ്. അങ്ങനെയാണെങ്കിൽ മിഷേലിന് കാണാമോ? ഇവരെ രണ്ടുപേരെ കാണാമോ? മിഷേലിന്, സനയ്ക്ക് കാണാമോ?
സനയ്ക്ക് സന ഇവിടെ ഉണ്ടോ? സന എനിവേ കാണത്തില്ല മാം. കാണത്തില്ലേ? ഇപ്പൊ കാണോ? ഞങ്ങളെ 3 പേരെയും കാണോ? ഒരാളെ കാണാം സർ. നോക്കട്ടെ. ഇപ്പോഴോ? ഇപ്പൊ ഞങ്ങളെ 3 പേരെയും കാണത്തില്ലേ? യെസ് സർ. ഓക്കെ, അതായത് ഇത് ദിവ്യ എന്ന് പറയുന്നത് ഫസ്റ്റ് ഷെല്ലിലെ ഇലക്ട്രോൺ, ആരോൺ എന്ന് പറയുന്നത് സെക്കൻഡ് ഷെല്ലിലെ ഇലക്ട്രോൺ. ഞാൻ ന്യൂക്ലിയസാണ്. എൻ്റെ ന്യൂക്ലിയർ ചാർജ് കൂടുതലാണെങ്കിൽ എന്ത് സംഭവിക്കും? ദിവ്യ എൻ്റെ അടുത്തോട്ട് നീങ്ങിയിരിക്കും, ആരോൺ ദിവ്യയുടെ അടുത്തോട്ട് നീങ്ങിയിരിക്കും, അല്ലേ? ആണ്. അപ്പം ന്യൂക്ലിയർ ചാർജ് ഇനി വേറൊരു കാര്യങ്ങളുണ്ട്. അപ്പുറത്തൂടെ വേറെ ആര് പോയാലും എന്ത് ചെയ്യും? എൻ്റെ ന്യൂക്ലിയർ ചാർജ് കൂടുതലാണ്, ഞാൻ അവനെ പിടിച്ച് ബെഞ്ച് ചെയ്തിരിക്കും. ശരിയല്ലേ? ആണോ? അപ്പം അപ്പം നമ്മുടെ ഇലക്ട്രോൺ അഫിനിറ്റി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അർത്ഥം? ഇലക്ട്രോണിനെ, വെളിയിൽ കൂടെ പോകുന്ന ഇലക്ട്രോണിനെ അങ്ങോട്ട് പിടിച്ച് ആ ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ ഇരുത്താനുള്ള കഴിവാണ്, അല്ലേ? അപ്പം ന്യൂക്ലിയർ ചാർജ് കൂടുതലാണെങ്കിൽ മാത്രമേ എന്ത് സംഭവിക്കത്തുള്ളൂ? ഇലക്ട്രോൺ അഫിനിറ്റി കൂടത്തുള്ളൂ. ഇവിടെ നമുക്കറിയാം റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ട് പോകുമ്പോഴാണ് ന്യൂക്ലിയർ ചാർജ് കൂടുന്നത്. അപ്പോൾ തന്നെയാണ് ഇലക്ട്രോൺ അഫിനിറ്റി കൂടുന്നത്. അപ്പം നോക്കിയേ, മഗ്നീഷ്യം ലെഫ്റ്റ് സൈഡിലുള്ള ആളാണ്. ആർഗൺ ഒരു ഇനേർട്ട് ഗ്യാസ്, അപ്പം അതിനെപ്പറ്റി ചിന്തിക്കേണ്ട ആവശ്യമില്ല, ഇല്ലേ? പിന്നെ ലിഥിയം ലെഫ്റ്റ് സൈഡിലാണ്, പിന്നെ ബ്രോമിൻ റൈറ്റ് സൈഡിലാണ്. അങ്ങനെയാണെങ്കിൽ ഇവർക്ക് ആർക്കായിരിക്കും ഇലക്ട്രോൺ അഫിനിറ്റി മാക്സിമം? ബ്രോമിൻ ആയിരിക്കും. കാരണം ബ്രോമിൻ റൈറ്റിലാണ്. അപ്പോൾ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് പോകുമ്പോൾ എന്ത് സംഭവിക്കും? ഇലക്ട്രോൺ അഫിനിറ്റി കൂടുവാണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ ബ്രോമിൻ ആണ്. അതിൻ്റെ വേണം റീസൺ എഴുതി കിട്ടോ. എന്താ എക്രോസ് എ പീരീഡ് എന്താ പീരീഡ്? ന്യൂക്ലിയർ ചാർജ് NC എന്ന് എഴുതുകയാണ്. ന്യൂക്ലിയർ ചാർജ് ഇൻക്രീസസിന് മുകളിലോട്ട് ഒരു ആരോ ഇടുക. സോ എന്താ സംഭവിക്കുന്നത്? സോ ഇലക്ട്രോൺ അഫിനിറ്റി EA എന്ന് ഇടുകയാണ്. EA ഇൻക്രീസസ്. അടുത്തത് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. State the term of the following. State the term for the following. The tendency of an atom to pull a shared pair of electrons towards itself in a compound. എന്താ ഇതിന് വെയിറ്റ് ചെയ്യാൻ? എന്താ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി ആണ് ഇതിന്റെ ആൻസർ. എഴുതിക്കൂ, ഇലക്ട്രോൺ നെഗറ്റിവിറ്റി. അതിൻ്റെ ആൻസർ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി ആണ്. എഴുതിക്കുവാണേ. അടുത്ത ക്വസ്റ്റ്യൻ. ഐഡന്റിഫൈ ദ ഫോളോയിങ്. An element in period 1 which can be placed in both group 1 and group 17 of periodic table. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, ഞാൻ കുറച്ച് റാൻഡമായിട്ട് കുറേ ക്വസ്റ്റ്യൻ തരാം, നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് നിങ്ങൾ എന്നിട്ട് നമുക്കത് ഡിസ്കസ് ചെയ്യാം.
അല്ലെ പിന്നെ ഞാനിതിപ്പോൾ എല്ലാം പറഞ്ഞു തരുന്ന പോലെ അല്ലേ? നിങ്ങളെന്തായാലും പഠിച്ചതല്ലയോ? നമുക്ക് നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എഴുതിക്കോ. The element having electronic configuration 286. അടുത്ത ക്വസ്റ്റ്യൻ, the most electronegative element element of period 3. അടുത്തത് arrange the following as per the instruction given in the bracket. അതിൻ്റെ എ ക്വസ്റ്റ്യൻ കാർബൺ, ഫ്ലോറിൻ, ബെറിലിയം. ബ്രാക്കറ്റിൽ അതിൻ്റെ ഇത് എഴുതുന്നത് ഡിക്രീസിങ് ഓർഡർ ഓഫ് atomic size. അതേപോലെ തന്നെ അതിൻ്റെ ബി ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് പൊട്ടാസ്യം, ലിഥിയം, സോഡിയം. അതിൻ്റെ ഇത് തന്നിരിക്കുന്നത് ഇൻക്രീസിങ് ഓർഡർ ഓഫ് അയോണൈസേഷൻ പൊട്ടൻഷ്യൽ. നിങ്ങളിത് ട്രൈ ചെയ്യുക. കിട്ടിയില്ലെങ്കിൽ നമുക്ക് എന്തായാലും ഡിസ്കസ് ചെയ്യും. മൊത്തം ഒന്ന് നോക്കിയേ. ഒരു 3 മിനിറ്റ് തരാം ഇത്രയും ചെയ്യാൻ. 3 മിനിറ്റ്. ഇപ്പം 37 40 വരെ 3 മിനിറ്റ്.
എന്തായി കഴിഞ്ഞ മിഷയല്ലേ? കഴിഞ്ഞു. സന കഴിഞ്ഞു? ഓക്കെ, നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ നോക്കിക്കോളൂ. അതായത് an element in period 1 which can be placed in both 1 and both group 70. ഏതാ? ഞാൻ നിങ്ങളോട് പ്രത്യേകം പറഞ്ഞായിരുന്നു, ഹൈഡ്രജൻ എന്ന് പറയുന്ന ആൾ ഒരിക്കലും ഫസ്റ്റ് ഗ്രൂപ്പിലല്ല ഇരിക്കുന്നത്. എന്താ, ഫസ്റ്റ് ഗ്രൂപ്പിൽ നമ്മൾ കൊടുത്തിരിക്കുന്നതേ ഉള്ളൂ. ഫസ്റ്റ് ഗ്രൂപ്പിലെ ആൾക്കാരുടെ ഒരു സ്വഭാവവും ആർക്കില്ല, ഹൈഡ്രജൻ ഇല്ല. പോസിറ്റീവ് വാലൻസി 1+ കാണിക്കുന്നു എന്നുള്ള ഒറ്റ ഇതിൻ്റെ കേസിലാണ് നമ്മൾ. അപ്പോൾ വേണമെങ്കിൽ എവിടെ വാലൻസി 1 കാണിക്കുവാണെങ്കിൽ വേണേൽ എവിടെയും കൊണ്ടുവെക്കാം, 17 കൊണ്ട് വെക്കത്തില്ലയോ? അപ്പം ഹൈഡ്രജൻ വാലൻസി 1 ആയതുകൊണ്ട് വാലൻസി 1 ഉള്ളതെല്ലാം ഫസ്റ്റിലും ഉണ്ട്, 17 ഉണ്ട്, ഇല്ലേ? അപ്പോൾ ഹൈഡ്രജൻ ആണ് എൻ്റെ ആൻസർ, ഒന്നാമത്തെ ആൻസർ. എന്ത് എഴുതിയ? ഹീലിയം. തെറ്റിപ്പോയി. മനസ്സിലായോ? നിങ്ങൾക്ക് നോർമലി ഹൈഡ്രജൻ ആണോ എഴുതിയ മിഷേലെ? ഓക്കെ. സന അതാണോ എഴുതിയ? സന നീ ഒന്ന് എഴുതി ഹൈഡ്രജൻ. ഓക്കെ. ഇനി ദി എലമെന്റ് ഹാവിംഗ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 286, സിമ്പിൾ അല്ലേ? എന്താ? സൾഫർ. 1 മുതൽ 20 വരെയുള്ളത് മസ്റ്റ് ആയിട്ട് പഠിക്കണമെന്ന് ഞാൻ പറഞ്ഞതാണ്, ഇല്ലയോ? സൾഫർ ആണ്, ആണല്ലോ, സൾഫർ. അടുത്ത ചോദ്യം എന്താ? മോസ്റ്റ് ഇലക്ട്രോനെഗറ്റീവ് എലമെന്റ് ഓഫ് പീരീഡ് 3 ആണോ? പീരീഡ് 3 എന്ന് പറയുമ്പോൾ എന്താ? ഫസ്റ്റ് പീരീഡിനകത്ത് ആരേ ഉള്ളൂ? ഹൈഡ്രജൻ, ഹീലിയം. സെക്കൻഡ് പീരീഡ് ലിഥിയം തൊട്ട് എന്താ നിയോൺ വരെ. തേർഡ് പീരീഡ് സോഡിയം തൊട്ട് എവിടാ? സോഡിയം തൊട്ട് 17 അല്ലേ? ആർഗൺ വരെയാണ്. അതിൻ്റെ തൊട്ട് മുമ്പിലാണ് എന്ത്? ക്ലോറിൻ ഇരിക്കുന്നത്, അല്ലയോ? തേർഡ് പീരീഡിൽ ഏറ്റവും ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടുക. ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടുക എന്ന് പറഞ്ഞതിന് അർത്ഥം എന്തുവാ? ന്യൂക്ലിയർ ചാർജ് കൂടുക എന്നർത്ഥം. എന്നാലല്ലേ തൊട്ടടുത്തുള്ള ഷെയർ ചെയ്തിരിക്കുന്ന ഇലക്ട്രോൺസിനെ പിടിച്ച് വെക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇവിടെ സൈസ് കുറവുള്ളവനാണല്ലോ ന്യൂക്ലിയർ ചാർജ് കൂടുതൽ. ഇവിടെ ആർക്കാ സൈസ് കൂടുതൽ? പീരീഡ് 3 സോഡിയത്തിനാണോ ക്ലോറിനാണോ? ക്ലോറിന്. അപ്പോൾ ക്ലോറിനായിരിക്കും അവിടെ എന്ത്? ഇലക്ട്രോനെഗറ്റിവിറ്റി ഏറ്റവും കൂടുതൽ. ഓക്കെ ആണല്ലോ, സെറ്റാണല്ലോ. ശരിക്കും പീരിയോഡിക് ടേബിളിൽ തന്നെ ഏറ്റവും കൂടുതൽ ഇലക്ട്രോനെഗറ്റിവിറ്റി ഉള്ള മൂന്നാമത്തെ എലമെൻറ്റാണ് ക്ലോറിൻ. ഫസ്റ്റ് ഫ്ലൂറിനാണ്, സെക്കൻഡ് ഓക്സിജനാണ്, തേർഡാണ് ക്ലോറിൻ. ഓക്കെ ആണല്ലോ. ഓക്കെ. പിന്നീട് എന്താ അവർ പറഞ്ഞിരിക്കുന്നത്? അറേഞ്ച് ദ ഫോളോയിങ് പെയർ അക്കോർഡിംഗ് ടു ദി ഇൻസ്ട്രക്ഷൻസ് ഗിവൺ ഇൻ ദ ബ്രാക്കറ്റ്, അല്ലയോ? അപ്പം അവിടെ എന്താ വന്നിരിക്കുന്നത്? ഒന്ന് കാർബൺ തന്നിട്ടുണ്ട്, പിന്നെ എന്ത് തന്നിട്ടുണ്ട്? ഫ്ലോറിൻ തന്നിട്ടുണ്ട്, പിന്നെ എന്ത് തന്നിട്ടുണ്ട്? ബെറിലിയം തന്നിട്ടുണ്ട്, അല്ലേ? എന്തുവാ? ആറ്റോമിക് സൈസിന്റെ അടിസ്ഥാനത്തിൽ ആറ്റോമിക് സൈസ് നിങ്ങൾ നോക്കിയേ. ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ആറ്റോമിക് സൈസ് ഏതിനായിരിക്കും? നമുക്കറിയാം, കാർബണിന് ആറ്റോമിക് നമ്പർ 6 ആണ്, ഫ്ലൂറിന് ആറ്റോമിക് നമ്പർ 9 ആണ്, ബെറിലിയത്തിന് ഹൈഡ്രജൻ, ഹീലിയം, ലിഥിയം, ബെറിലിയത്തിന്റെ എത്ര? 4, അല്ലേ? അപ്പോൾ ബെറിലിയം ലെഫ്റ്റ് സൈഡിലാണ് വരുന്നത്, കാർബൺ ഇവിടെ വരുന്നത്, അതേ ഗ്രൂപ്പിൽ തന്നെയാണ് ഫ്ലൂറിൻ വരുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞാൽ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് പോകുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ആറ്റോമിക് സൈസ് എന്ത് ചെയ്യും? കുറഞ്ഞ് വരും. മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ ഇതിന്റെ എന്ത് ഓർഡറിൽ എഴുതാൻ പറഞ്ഞിരിക്കുന്നത്? ഡിക്രീസിങ് ഓർഡർ ഓഫ് ആറ്റോമിക് സൈസിൽ എഴുതാനാണ് പറഞ്ഞത്. അപ്പം ഡിക്രീസിങ് ഓർഡർ എന്ന് പറഞ്ഞാൽ എന്താ? ആറ്റോമിക് സൈസ് കൂടുതൽ ആർക്കാ അവനെ ആദ്യം എഴുതണം, പിന്നീട് രണ്ടാമത്, പിന്നെ അങ്ങനെ കുറഞ്ഞു വരണം. അപ്പോൾ നോക്കി ഇങ്ങനെ ഡിക്രീസിങ് ഓർഡർ എഴുതേണ്ടത്. ആദ്യം ഏറ്റവും സൈസ് ആർക്കാ? ബെറിലിയം, അല്ലേ? ബെറിലിയം. രണ്ടാമത് ആർക്കാ? കാർബൺ. മൂന്നാമത് ആർക്കാ? ഫ്ലോറിൻ. പക്ഷെ എഴുതുമ്പോൾ ഇങ്ങനെ എഴുതാൻ പാടില്ല, അവിടെ ഒരു സൈനും കൂടെ ഇടണം. എന്താണെന്നറിയോ? ഗ്രേറ്റർ ദാൻ സൈൻ. ബെറിലിയം ഗ്രേറ്റർ ദാൻ കാർബൺ ഗ്രേറ്റർ ദാൻ ഫ്ലോറിൻ. ഇതാണ് എന്ത്? ഡിക്രീസിങ് ഓർഡർ. ഇതിന്റെ ഇൻക്രീസിങ് ഓർഡർ എഴുതാൻ പറഞ്ഞാൽ എങ്ങനെ എഴുതിയേനെ? ഫ്ലോറിൻ, കാർബൺ, ബെറിലിയം. അപ്പൊ സൈൻ എന്തിട്ടേനെ? ലെസ് ദാൻ സൈൻ ഇടേണ്ടി വരും. ഫ്ലോറിൻ ലെസ് ദാൻ കാർബൺ ലെസ് ദാൻ ബെറിലിയം എന്ന് എഴുതേണ്ടി വന്നേ. മനസ്സിലായോ? മിഷേലിനും സനയ്ക്കും മനസ്സിലായോ? ഇങ്ങനെയാണോ മിഷേൽ എഴുതിയത്? ഗ്രേറ്റർ ദാൻ ഇട്ടാണോ എഴുതിയത്? അല്ല, ചുമ്മാ എഴുതുക. ഏതാ? ഇങ്ങനെ എഴുതുന്നതാണ് കറക്റ്റ് കേട്ടോ. ഇങ്ങനെ എഴുതുക. ഇത്
എപ്പോഴും ഡിക്രീസിങ് ഓർഡർ എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ വലുതിൽ നിന്ന് ചെറുതിലോട്ട് എഴുതിയിട്ട് ഗ്രേറ്റർ ദാൻ സൈൻ എഴുതുക. ഇൻക്രീസിങ് ഓർഡർ എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ ചെറുതിൽ നിന്ന് വലുതിലോട്ട് എഴുതിയിട്ട് ലെസ് ദാൻ സൈൻ എഴുതുക. ഓക്കെ ആണല്ലോ, കേട്ടോ? അത് ഓർത്തോണം, എപ്പോഴും ഓർത്തോണം. ഇനി അടുത്ത എന്താ അവർ പറഞ്ഞിരിക്കുന്നത്? പൊട്ടാസ്യം, ലിഥിയം, സോഡിയം, ഇൻക്രീസിങ് ഓർഡർ ഓഫ് അയണൈസേഷൻ പൊട്ടൻഷ്യൽ. നമുക്കൊന്ന് നോക്കാം. അതായത് പൊട്ടാസ്യം K, പിന്നെന്താ അവർ തന്നിരിക്കുന്നത്? ലിഥിയം Li, പിന്നെന്താ അവർ തന്നിരിക്കുന്നത്? സോഡിയം Na ആണല്ലോ. അപ്പം ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗ്രൂപ്പിലുള്ള ആൾക്കാരാ. ഏറ്റവും ടോപ്പിലാരാ? ലിഥിയം, പിന്നെ സോഡിയം, പിന്നെ പൊട്ടാസ്യം. ഇവിടെ 2 1, ഇവിടെ 2 8 1, ഇവിടെ 2 8 8 1. ഇതിന്റെ എന്താ അവർ പറഞ്ഞിരിക്കുന്നത്? അയണൈസേഷൻ എനർജിയുടെ ഇൻക്രീസിങ് ഓർഡറാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഏറ്റവും കൂടുതൽ അയണൈസേഷൻ കൂടുതൽ ഓർക്കേണ്ട ആർക്കായിരിക്കും? പൊട്ടാസ്യത്തിന് കൂടുതൽ അയണൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ലിഥിയത്തിന്. കാരണം ഇവിടെ ലിഥിയത്തിന് സൈസ് വളരെ കുറവാണ്. ഇവിടെ സൈസ് കുറവാണ്, ന്യൂക്ലിയർ ചാർജ് കൂടുതലായിരിക്കും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും? നമ്മൾ വെളിയിൽ നിന്ന് കൊടുക്കേണ്ട അയണൈസേഷൻ എനർജി കൂടുതൽ കൊടുക്കണം. ഇവിടെ സൈസ് എന്താ? സൈസ് കൂടുതലാണ്. അപ്പം ന്യൂക്ലിയർ ചാർജ്, ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോൺ തമ്മിലുള്ള അട്രാക്ഷൻ കുറയും. ന്യൂക്ലിയർ ചാർജ് കുറയുന്നല്ല പറയേണ്ടത്, അട്രാക്ഷൻ ബിറ്റ്വീൻ ന്യൂക്ലിയസ് ആൻഡ് അത് കുറയുന്നതാണ് പറയേണ്ടത്, കേട്ടോ? അപ്പോൾ എന്താ? അയണൈസേഷൻ എനർജി എന്ത് ചെയ്യും? അയണൈസേഷൻ എനർജി എന്ത് ചെയ്യും? ഇവിടെ എന്ത് ചെയ്യും? കുറയും. അപ്പം ഇവിടെ ഇൻക്രീസിങ് ഓർഡർ എഴുതാനാണ് പറയുന്നത്. ഇൻക്രീസിങ് ഓർഡർ എന്ന് പറഞ്ഞാൽ എന്താ? ചെറുതിൽ നിന്ന് വലുതിലോട്ട്. അപ്പം ചെറുത് ഇവിടെ ഏതാ? ലിഥിയമാണ്. സോറി പൊട്ടാസ്യം. ചെറുതിൽ നിന്ന് വലുതിലോട്ട് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഏറ്റവും കുറവ് പൊട്ടാസ്യത്തിന്, രണ്ടാമത് സോഡിയത്തിന്, മൂന്നാമത് ലിഥിയത്തിന്. അപ്പം ഇൻക്രീസിങ് ഓർഡറാണ്. അപ്പോൾ എന്ത് എഴുതണം? ഇൻക്രീസിങ് ഓർഡർ എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് എഴുതണം? ചെറുതിൽ നിന്ന് വലുതിലോട്ട് എഴുതിയിട്ട് ലെസ് ദാൻ സൈൻ എഴുതണം. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? മിഷേലും സനയും ക്ലിയർ ആണോ? അതെ ആണ് സർ. അത് വേണേ മലയാളത്തിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ കേട്ടോ. എന്തുവാ? ഇൻക്രീസിങ് ഓർഡറിൽ എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇൻക്രീസിങ് ഓർഡർ എന്താ എഴുതേണ്ടത്? എന്തുവാ? ചെറുതിൽ നിന്ന് വലുതിലോട്ട് എഴുതിയിട്ട് മലയാളത്തിൽ വേണമെങ്കിൽ മലയാളത്തിൽ എഴുതിയിട്ടേക്കണം. ചെറുതിൽ നിന്ന് വലുതിലേക്ക്. സൈൻ എന്താ? ലെസ് ദാൻ സൈൻ ആണ് അല്ലേ? ഡിക്രീസിങ് ഓർഡർ എന്താ? വലുതിൽ നിന്ന് ചെറുതിലേക്ക്. ഗ്രേറ്റർ ദാൻ സൈൻ. അടുത്ത ക്വസ്റ്റ്യൻ എഴുതിക്കോളൂ. The energy released when an atom in the gaseous state, when the atom in the gaseous state accept an electron to form an anion, to form an anion is dash. ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്യാൻ വേണ്ടി, ഇലക്ട്രോണിനെ അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി റിലീസ് ചെയ്യുന്ന എനർജിയുടെ പേരെന്താ? ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നെഗറ്റീവ് ആവുമല്ലോ. ഇലക്ട്രോൺ അഫിനിറ്റിയുടെ വേറെ പേര്. ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്യുക എന്ന് പറയുമ്പോൾ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി മീൻസ് എനർജി. ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്യുമ്പോൾ റിലീസ് ചെയ്യുന്ന എനർജി, ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി. അപ്പം ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി.
അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ ഇലക്ട്രോൺ അഫിനിറ്റി നൽകിയാലും മതി കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ എഴുതിക്കോ. an element in period 3 whose electron affinity is 0. ഇലക്ട്രോൺ അഫിനിറ്റി ആണ് എന്നതാണ് എഴുതിയിരിക്കുന്നത്. ഇലക്ട്രോൺ അഫിനിറ്റി 0. ഇലക്ട്രോണിനെ തീരെ അക്സെപ്റ്റ് ചെയ്യാൻ ഇഷ്ടമില്ലാത്ത ആളാരാ പീരീഡ് 3 ആർഗണ. കാരണം എന്താ, ആർഗൺ ഓൾറെഡി ഫില്ലായിട്ടിരിക്കുക, സ്റ്റേബിള് കിടന്നുറങ്ങുക രണ്ടുപേരും, ഇല്ലയോ അല്ലേ? അല്ലെങ്കിൽ ഞാനും രാവിലെ എനിക്കും മടിയ അല്ലേ? മടിയില്ലാത്ത ആൾക്കാരുണ്ടോ? ആരാണ് ഉണ്ടോ? വളരെ കുറവായിരിക്കും അല്ലേ? 99.9999% ആൾക്കാരും എന്താ മടിയന്മാർ. മനസ്സിലായി? ഓക്കെ. അപ്പം ഈ പറഞ്ഞ പോലെ തന്നെ ഇലക്ട്രോൺ അഫിനിറ്റി, അതായത് ഇലക്ട്രോണിനെ എണ്ണിക്കാൻ ഒരു ആഗ്രഹമില്ല, പിന്നെ പഠിക്കേണ്ട സ്കൂളിൽ പോകണമെന്നങ്ങ് എണ്ണിക്കുക, ഇല്ലയോ അല്ലേ? ആണ്. അപ്പോൾ ആരോണ് കണ്ണടച്ച് ആരോണ് പറയാം അതാണ്. ഓക്കെ. അപ്പം അതാണ് ഇലക്ട്രോൺ അഫിനിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഇലക്ട്രോൺ അഫിനിറ്റി 0 ആയിട്ടുള്ള പീരീഡ് 3 ഏക ആള് ആരാ? ആർഗണ. കാരണം ആർഗൺ ഫില്ല് ആയതുകൊണ്ട് തന്നെ ആർഗൺ ഇലക്ട്രോണിനെ മേടിക്കേണ്ടയോ കൊടുക്കേണ്ടയോ ആവശ്യമില്ല. അപ്പോൾ ആർഗൺ. ഓൺലൈൻ ഇരിക്കുന്നവർക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ, മിഷേലിനും സനയ്ക്കും. ഞാൻ പേരെടുത്ത് ചോദിക്കുന്നില്ലെന്നേ ഉള്ളൂ. ഉണ്ട് സർ. An element with the largest atomic radius, largest atomic radius, among the following, among the following, താഴെ തന്നിരിക്കുന്നവയിൽ ഏത്? കാർബൺ, നൈട്രജൻ, ലിഥിയം, ബെറിലിയം. താഴെ തന്നിരിക്കുന്നവയിൽ ഏത്? ഏത് ആറ്റോമിക് റേഡിയസ് കൂടുതലുള്ളത്? ഇത് എല്ലാം ഒരേ പീരീഡിലുള്ള ആളല്ലേ? ലിഥിയം കഴിഞ്ഞ് ബെറിലിയം, പിന്നീട് നൈട്രജൻ, പിന്നീട് എന്താ കാർബൺ, അല്ല പിന്നെ കാർബൺ, പിന്നെ നൈട്രജൻ. ആറ്റോമിക് റേഡിയസ് കൂടുതലുള്ള ആൾ ഒബ്വിയസ്ലി എന്താണ്? ഏറ്റവും ലെഫ്റ്റ് സൈഡിലുള്ള ആളാണ്. എക്രോസ് എ പീരീഡ് എന്താ ആറ്റോമിക് സൈസ്. ഇത് ഇപ്പം തന്നിരിക്കുന്നതിനകത്തൊന്നും റീസൺ ചോദിച്ചിട്ടില്ല. പക്ഷേ ചില ഇനിയിപ്പോൾ അങ്ങോട്ട് ഇതിപ്പോൾ ബേസിക് ക്വസ്റ്റ്യൻസ് ആണ്. ഇനി അങ്ങോട്ടേക്ക് പോകുന്ന സമയത്ത് റീസൺ കൂടെ നിങ്ങൾ എഴുതേണ്ടി വരും. മനസ്സിലായോ? ഈവൻ ദോ അത് ചോദിച്ചില്ലെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം? അതിൻ്റെ കൂട്ടത്തിലൊന്ന് എഴുതി വെച്ചേക്കണം കേട്ടോ. 2 മാർക്കിൻ്റെയൊക്കെ ആണെങ്കിൽ ആ റീസൺ കൂടെ ചേർത്തിട്ടുള്ളതായിരിക്കും. അപ്പോൾ ഇവിടെ എന്താണ്? ലിഥിയമാണ് സൈസ് കൂടുതൽ. ലിഥിയം ആണ് ലാർജസ്റ്റ് സൈസ്. എന്താണ് അതെന്തുകൊണ്ടാണ്? എക്രോസ് എ പീരീഡ് എന്താണ്? പീരീഡ് അറ്റോമിക് സൈസ് എന്താണ്? സൈസ് ഡിക്രീസസ് ആണ്. അടുത്ത നോക്കിക്കോളൂ. Arrange the following as per the instruction given in the bracket.
arrange the following as per the instruction given in the bracket. ഒന്നാമത്തേത് അലൂമിനിയം, പൊട്ടാസ്യം, മഗ്നീഷ്യം, കാൽസ്യം. അത് ബ്രാക്കറ്റ് തന്നിരിക്കുന്ന ഇൻസ്ട്രക്ഷൻ ഡിക്രീസിങ് ഓർഡർ ഓഫ് റിയാക്ടിവിറ്റി. പറഞ്ഞോ. ഇതിനകത്ത് ഏറ്റവും കൂടുതൽ അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, റിയാക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആദ്യം എന്ത് ചെയ്യണം, റിയാക്റ്റീവ് ആവുന്നത് ഇലക്ട്രോണെ ഗെയിൻ ചെയ്തിട്ടോ ലോസ് ചെയ്തിട്ടോ ആയിരിക്കും റിയാക്റ്റീവ് ആവുന്നത്. എത്രയും പെട്ടെന്ന് ഇലക്ട്രോണെ ഗെയിൻ ചെയ്യാനോ ലോസ് ചെയ്യാൻ പറ്റുന്നവനായിരിക്കും റിയാക്ടിവിറ്റി കൂടുതൽ. അപ്പം ഒരു ഇലക്ട്രോൺ ഉള്ളവനും ഒരു ഇലക്ട്രോൺ മേടിക്കാൻ ആവശ്യമുള്ള, ഒരു ഇലക്ട്രോൺ കൊടുക്കാൻ കഴിവുള്ളവനും ഒരു ഇലക്ട്രോൺ വാങ്ങാൻ കഴിവുള്ളവനുമായിരിക്കും എന്ത് ഏറ്റവും റിയാക്റ്റീവ് എന്ന് പറയുന്നത്, ഇല്ലേ? അപ്പോൾ നമുക്ക് ഇവിടുത്തെ കോൺഫിഗറേഷൻ ആദ്യം എഴുതി നോക്കാം. അലൂമിനിയം 13 ആണ്, 2 8 3. അടുത്ത പൊട്ടാസ്യം എത്രയാ, 2 8 8 1. അടുത്ത മഗ്നീഷ്യം 2 8 2. അടുത്ത കാൽസ്യം 2 8 8 2 ആണല്ലോ. അപ്പം ഇതിനകത്ത് നിങ്ങൾ നോക്കി, 3 ഇലക്ട്രോണിനെ പെട്ടെന്ന് വിഡ്രോ ചെയ്യാനാണോ എളുപ്പം, 2 ഇലക്ട്രോണെ വിഡ്രോ ചെയ്യാനാണോ എളുപ്പം, 1 ഇലക്ട്രോണെ വിഡ്രോ ചെയ്യാനാണോ എളുപ്പം? 1 ഇലക്ട്രോണെ. അപ്പോൾ ഇവിടുത്തെ ഏറ്റവും റിയാക്റ്റീവ് ആയിട്ടുള്ള ആളാണ് പൊട്ടാസ്യം. രണ്ടാമതാരാ, 2 ഇലക്ട്രോണെ വിഡ്രോ ചെയ്യാൻ കഴിവുള്ളവരാണ്, ഇല്ലേ? അപ്പം അവിടെ 2 പേരുണ്ട്. ഇത് 3 ഷെല്ലുണ്ട്, ഇത് 4 ഷെല്ലുണ്ട്. 4 ഷെല്ലിൽ നിന്നാണോ ഇലക്ട്രോണെ വിഡ്രോ ചെയ്യാൻ എളുപ്പം, മൂന്നാമത്തെ ഷെല്ലിൽ നിന്നാണോ? ആര് പറഞ്ഞു മൂന്നാമത്തെയാണ്? മൂന്നാമത്തെ ഷെല്ല് ന്യൂക്ലിയസിനോട് ചേർന്നായിരിക്കുന്നത്. അപ്പോൾ ന്യൂക്ലിയസ് നല്ല ശക്തമായിട്ട് പിടിക്കും. അപ്പം എന്താണ്, കാൽസ്യത്തിനാണ് കുറച്ചുകൂടെ അകലം. കാൽസ്യത്തിൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിലുള്ള 2 ഇലക്ട്രോൺസിനാണ് അകലം. അപ്പോൾ അതിനായിരിക്കും ഇളക്കാൻ എളുപ്പം, ഇല്ലേ? പിന്നീട് ഏതാ, പിന്നീട് മഗ്നീഷ്യം, പിന്നീട് 3 ഇലക്ട്രോണുള്ള അലൂമിനിയം. മനസ്സിലാക്കിക്കോണം. ഈ റിയാക്ടിവിറ്റി എന്ന് പറയുന്നത് എപ്പോഴും ശ്രദ്ധിച്ചോണം. റിയാക്ടിവിറ്റി എന്ന് പറയുന്നത് ഇലക്ട്രോണിനെ പെട്ടെന്ന് വിട്ടുകൊടുക്കാനോ അഥവാ ഇലക്ട്രോണിനെ പെട്ടെന്ന് മേടിക്കാനോ കഴിവുള്ളവനാരോ ഹി ഈസ് വെരി റിയാക്റ്റീവ്, അല്ലേ? അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്കും ഒരു ഇലക്ട്രോണിനെ കൊടുക്കാൻ കഴിവുള്ളവൻ ഹൈലി റിയാക്റ്റീവ് ആണ്, ഒരു ഇലക്ട്രോണിനെ മേടിക്കാൻ കഴിവുള്ളവനും ഹൈലി റിയാക്റ്റീവ് ആണ്. ദൈവം സഹായിച്ച് ഇവിടെ എല്ലാം പോസിറ്റീവ് അയോണാണ്. പോസിറ്റീവ്, അതായത് കൊടുക്കാൻ കഴിവുള്ളവരുടെ ഇതാണ് തന്നിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കൺഫ്യൂഷൻ ഒന്നും അടിക്കേണ്ട ആവശ്യമില്ല. ഇവരുടെ നോക്കുന്നതിനകത്ത് അലൂമിനിയത്തിൻ്റെ ഷെല്ല്, ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 3 ഇലക്ട്രോൺ ഉണ്ട്. 1 ഇലക്ട്രോണിനെ വിഡ്രോ ചെയ്തു, കുറച്ചുകൂടെ കൂടുതൽ എനർജി കൊടുത്തിട്ട് വേണം രണ്ടാമത്തെ മൂന്നാമത്തെ വിഡ്രോ ചെയ്യാൻ. നേരെ പൊട്ടാസ്യത്തിലേക്ക് വന്നു, 4 ഷെല്ലുണ്ട്, ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 1 ഉള്ളൂ. അവനെ ഒറ്റ തട്ട് തട്ടി അവൻ തെറിച്ചു പോകും, മനസ്സിലായോ? അത് കഴിഞ്ഞിട്ട് മഗ്നീഷ്യത്തിനും 2 ഉള്ളൂ, കാൽസ്യത്തിനും 2 ഉള്ളൂ. പക്ഷേ മഗ്നീഷ്യത്തിന് 3 ഷെല്ലും കാൽസ്യത്തിന് 4 ഷെല്ലുമാണ്. 3 ഷെല്ല് ന്യൂക്ലിയസിനോട് അടുത്തിരിക്കുന്നതുകൊണ്ട് അതിൽ നിന്ന് ഇലക്ട്രോണെ ഇളക്കി എടുക്കാൻ പാടാം. അപ്പോൾ 4 ഷെല്ലാണ്. അപ്പം ആദ്യം റിയാക്റ്റീവ് ആയിട്ടുള്ളത് ഫസ്റ്റ് ഹൈലി റിയാക്റ്റീവ് ഇവൻ, പിന്നീട് ഇവനാണ്. അപ്പോൾ ഡിക്രീസിങ് ഓർഡറിലാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഹൈലി റിയാക്റ്റീവ് ആദ്യം ആരാ, കെ, പിന്നാരാ കാൽസ്യം, പിന്നാരാ മഗ്നീഷ്യം, പിന്നാരാ അലൂമിനിയം. ഡിക്രീസിങ് ഓർഡർ എഴുതാൻ പറഞ്ഞാൽ എന്ത് എഴുതണമെന്നാണ് പറഞ്ഞത്? വലുതീന്ന് ചെറുതിലോട്ട് എഴുതിയിട്ട് എന്ത് എഴുതണം? ഗ്രേറ്റർ ദാൻ സൈൻ ഇടണം. അടുത്തത് രണ്ടാമത്തേത്, ഇതിൻ്റെ ബി ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. നൈട്രജൻ ബെറിലിയം ഓക്സിജൻ കാർബൺ ബ്രാക്കറ്റിൽ ഇൻക്രീസിങ് ഓർഡർ ഓഫ് നോൺ മെറ്റാലിക് ക്യാരക്ടർ, ഇൻക്രീസിങ് ഓർഡർ
of non-metallic character. Non-metallic character. Increasing order of non-metallic character. അപ്പം നോൺ മെറ്റാലിക് ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ എന്താ? ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്യാനുള്ള കഴിവ് കൂടുക എന്ന അർത്ഥം. അപ്പോൾ കൂടുതൽ ഇലക്ട്രോണിനെ, അതായത് പെട്ടെന്ന് ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്യാൻ കഴിവുള്ളവൻ നല്ല നോൺ മെറ്റലാന്നർത്ഥം അല്ലേ? അപ്പം ഇവരിപ്പോൾ ഏത് പീരീഡിലാണെന്ന് ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യണം. ഇവർ ഏത് പീരീഡിലാണ്? ഇവർ സെക്കൻഡ് പീരീഡിലാണ്. അപ്പം പീരീഡിൽ നിന്ന് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് പോകുമ്പോൾ എന്താ സംഭവിക്കുന്നത്? നോൺ മെറ്റാലിക് ക്യാരക്ടർ ഇൻക്രീസ് ചെയ്യുമായിരുന്നു ഇല്ലേ? അപ്പം നമുക്ക് എളുപ്പമല്ലേ? ലെഫ്റ്റിലുള്ള ആളെ ആദ്യം എഴുതിയാൽ പോരെ? ഏറ്റവും ലെഫ്റ്റിൽ ആരാ ഉള്ളത്? ബെർലിയം. പിന്നീട് ആരാ ഉള്ളത്? കാർബൺ. പിന്നീട് ആരാ ഉള്ളത്? ഇൻക്രീസിങ് ഓർഡറിലാണ് എഴുതാൻ പറയുന്നത് ഇല്ലേ? ഇൻക്രീസിങ് ഓർഡർ എന്ന് പറയുമ്പോൾ എന്താ? ചെറുത് ഇത് വലുതിലോട്ട്. അപ്പോൾ ഇത് തന്നെ എന്താ? ബെർലിയം, പിന്നെ കാർബൺ, പിന്നെന്താ? പിന്നെ നൈട്രജൻ, പിന്നെന്താ? ഓക്സിജൻ. സൈൻ എന്താ? ഇൻക്രീസിങ് ഓർഡറാ. അപ്പോൾ എന്താ? ലെസ് ദാൻ സൈൻ. സനയ്ക്കും അതേപോലെ തന്നെ നമ്മുടെ മിഷേലിനും ഒക്കെയാണോ? ഓക്കെ സർ. അത് വേണമെങ്കിൽ ബ്രാക്കറ്റ് വേണേൽ എഴുതിക്കോണം. അതായത് എക്രോസ് എ പീരീഡ് എന്താ? എക്രോസ് എ പീരീഡ് നോൺ മെറ്റാലിക് ക്യാരക്ടർ. ഞാൻ NMC എന്നങ്ങ് എഴുതുകയാണ്. നോൺ മെറ്റാലിക് ക്യാരക്ടർ ഇൻക്രീസസ്. അടുത്തത് അതിൻ്റെ സി പാർട്ട്. ഫോസ്ഫറസ്, സിലിക്കണ്, ഫ്ലൂറിന്, ബെർലിയം. ഡിക്രീസിങ് ഓർഡർ ഓഫ് വാലൻസ് ഇലക്ട്രോൺ. വാലൻസ് ഇലക്ട്രോൺ. ഇതെന്താ? ഡിക്രീസിങ് ഓർഡർ ഓഫ് വാലൻസ് ഇലക്ട്രോൺ എന്ന് പറഞ്ഞാൽ എന്താ? വാലൻസ് ഇലക്ട്രോൺസ്, ഇതിനകത്ത് വാലൻസ് ഇലക്ട്രോൺ ഫോസ്ഫറസ് എത്രയാ? 2, 8, 5 ആണോ? ഇത് എത്രയാ? 2, 8, 4. ഫ്ലൂറിന് എത്ര? 2, 8 2, 7 അല്ലേ? ബെർലിയം എത്ര? ഹൈഡ്രജൻ, ഹീലിയം, ലിഥിയം, ബെർലിയം 2, 2. ഡിക്രീസിങ് ഓർഡർ ഓഫ് വാലൻസ് ഇലക്ട്രോൺ. ഇവിടെ നോക്കി, ഇവിടെ വാലൻസ് ഇലക്ട്രോൺസ് എത്ര ഉണ്ട്? 2. ഇവിടെ എത്ര ഉണ്ട്? 7. ഇവിടെ എത്ര ഉണ്ട്? 4. ഇവിടെ 5. ഡിക്രീസിങ് ഓർഡർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതലുള്ള ആർക്കാ? ഫ്ലൂറിൻ. പിന്നെ ആർക്കാ? ഫോസ്ഫറസ്. പിന്നെ ആർക്കാ? സിലിക്കൺ. പിന്നെ ആർക്കാ? ബെർലിയം. ഡിക്രീസിങ് ഓർഡർ ആകുമ്പോൾ വലുതിൽ നിന്ന് ചെറുതിലോട്ട് എഴുതിയിട്ട് എന്ത് ഇടണമെന്നാണ് പറഞ്ഞത്? ഗ്രേറ്റർ ദാൻ സൈൻ. Give reason. Why? Ionization potential decreases down the group. എഴുതിക്കേ, ഒന്ന് എഴുതിക്കേ, തന്നെ എഴുതിക്കേ.
നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത് ഡൗൺ എ ഗ്രൂപ്പ് വരുമ്പോൾ, ഇവിടെ ശ്രദ്ധിച്ചോണം, ഡൗൺ എ ഗ്രൂപ്പ് വരുമ്പോൾ അറ്റോമിക് സൈസ് കൂടുന്നു, ന്യൂക്ലിയർ ചാർജ് കുറയുന്നു എന്ന് എഴുതരുത്, തെറ്റാ. കാരണം എന്താ, ഇവിടെ ഒന്ന് നോക്കിയേ, ലിഥിയത്തിനകത്ത് 3 പ്രോട്ടോണാണ് ഉള്ളത്. ഫ്രാൻസിയം വരുമ്പോൾ അവിടെ സീസിയം വരുമ്പോൾ അവിടെ 82 പ്രോട്ടോൺ വരിക. അപ്പം താഴോട്ട് വരുന്ന സമയത്ത് എന്തായാലും ന്യൂക്ലിയർ ചാർജ് എന്ത് ചെയ്യും? പ്രോട്ടോണിന്റെ ചാർജ് കൂടും, പ്രോട്ടോൺ കൂടും, ന്യൂക്ലിയർ ചാർജ് കൂടും. പക്ഷെ എന്തോ കുറയുന്നത് എന്തുവാ? ന്യൂക്ലിയസും ഔട്ടർ മോസ്റ്റ് ഷെല്ലും തമ്മിലുള്ള അട്രാക്ഷൻ ആണ് കുറയുന്നത്. ന്യൂക്ലിയർ ചാർജ് കുറയ്ക്കുന്നു എന്ന് പറഞ്ഞ് എഴുതല് തെറ്റാണ്, വെട്ടി കണ്ടിച്ച് കളയുക. ഓക്കെ ആണല്ലോ? ഓൺലൈനിൽ ഇരിക്കുന്നവർക്ക് മനസ്സിലായോ? മിഷേലിന് മനസ്സിലായോ? മനസ്സിലായി. അതായത് ഡൗൺ എ ഗ്രൂപ്പ് നമ്മൾ എവിടെയോ പറഞ്ഞിട്ടുണ്ട്. ഡൗൺ എ ഗ്രൂപ്പ് നിങ്ങളുടെ ടെക്സ്റ്റിനകത്ത് തന്നെ ഉണ്ട്. ഡൗൺ എ ഗ്രൂപ്പ് ആറ്റോമിക് സൈസ് ഇൻക്രീസസ്, ന്യൂക്ലിയർ ചാർജ് ഓൾസോ ഇൻക്രീസസ്. ബട്ട് എന്താണ്, സൈസ് കൂടുന്നതുകൊണ്ട് തന്നെ ദി അട്രാക്ഷൻ ബിറ്റ്വീൻ ദ ഔട്ടർ മോസ്റ്റ് ഷെൽ ആൻഡ് ന്യൂക്ലിയസ് ഡിക്രീസസ്. സോ എന്താണ്, we can easily remove electron from the outermost shell. So metallic character also increases, ionization potential decreases. അങ്ങനെയൊക്കെ നമുക്ക് പറയാം ഇല്ല, എല്ലാം കൂടെ കണക്ട് ചെയ്ത് പറയാം. ലോജിക്കലി തിങ്ക് ചെയ്യണം. ഓക്കെ, ന്യൂക്ലിയർ ചാർജ് എന്ന് ഉദ്ദേശിക്കുന്നത് ന്യൂക്ലിയസിന്റെ ചാർജാണ്. അത് വെച്ചിട്ട് ഔട്ടർ മോസ്റ്റ് ഷെല്ലിനെ നല്ലതായിട്ട് പിടിക്കാൻ പറ്റും. പക്ഷെ സൈസ് കൂടുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ന്യൂക്ലിയർ ചാർജ് കൂട്ടിയിട്ടും കാര്യമില്ല. കാരണം എന്താ, ഇവിടെ ഞാൻ നല്ല പവർഫുള്ളാണ്, എനിക്ക് രണ്ട് ഇവിടം വരെ ഉള്ള ഇവനെ പിടിച്ച് ഇങ്ങോട്ട് വലിച്ച് ഇങ്ങനെ വെക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ രണ്ടുപേരും എൻ്റെ അടുത്ത് വരും എന്നും പറഞ്ഞിട്ട് ഞാൻ അപ്പുറത്തിരിക്കുന്നതുകൊണ്ട്, ഇപ്പുറത്ത് തൊട്ടപ്പുറത്ത് നമ്മളൊരു വീടാണ്, അപ്പോൾ അവിടെ 2 പിള്ളേരുണ്ട്, അതിൻ്റെ അപ്പുറത്തും ഒരു വീട്, അവിടെ 2 പിള്ളേരുണ്ട്. ആ 2 പിള്ളേരെ എനിക്ക് ഇവിടെ നിന്ന് വലിക്കാൻ പറ്റുമോ? ഞാൻ ഭയങ്കര ശക്തിമാനാന്ന് പറഞ്ഞിട്ട് വലിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പം ഡിസ്റ്റൻസ് കൂടുമ്പോൾ എൻ്റെ സർക്കിളിൽ വരുവാണെങ്കിൽ മാത്രമേ അത് പറ്റത്തുള്ളൂ. മനസ്സിലായോ? മിഷേലെ മനസ്സിലായോ? മനസ്സിലായി. സന മനസ്സിലായോ? മനസ്സിലായി സർ. ഓക്കെ, അപ്പം ഇവിടെ നിങ്ങൾ എഴുതേണ്ട ഒറ്റ കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതായത് ഡൗൺ എ ഗ്രൂപ്പ് എഴുതിക്കോ. ഡൗൺ എ ഗ്രൂപ്പ് ആറ്റോമിക് സൈസ് ഇൻക്രീസസ്. ഡൗൺ എ ഗ്രൂപ്പ് ആറ്റോമിക് സൈസ് ഇൻക്രീസസ്. Consequently, force of attraction between nucleus and the outermost shell outermost അല്ലെങ്കിൽ അല്ലോ outermost sorry between outermost എന്ന് വെട്ടിയേര്, outermost വെട്ടിയേര്. ഞാൻ എന്തുവായിരുന്നു പറഞ്ഞേ? ബിറ്റ്വീൻ ന്യൂക്ലിയസ് ആൻഡ് വാലൻസ് ഇലക്ട്രോൺസ്. വാലൻസ് ഇലക്ട്രോൺസ് എന്ന് പറഞ്ഞാൽ എന്താ? outermost ഇലക്ട്രോൺസ്. വാലൻസ് ഇലക്ട്രോൺസ് decreases. So it becomes easier to remove electron from the outermost shell. So it becomes easier to remove electron from outermost shell. So ionization energy decreases. Write the most electronegative element അല്ലാതെ ഞാൻ തന്നാണോ? പീരീഡ് 3യുടെ മോസ്റ്റ് ഇലക്ട്രോനെഗറ്റീവ് എലമെന്റ് തന്ന അല്ലയോ? അത് വെട്ടിയത്. In period 3
The most metallic element is dash. ഏതാ മോസ്റ്റ് മെറ്റാലിക് എലമെന്റ് പീരീഡ് 3 ഏറ്റവും പെട്ടെന്ന് ഇലക്ട്രോൺസിനെ റിലീസ് ചെയ്യാൻ കഴിവുള്ളവൻ ആരും അവനായിരിക്കും മോസ്റ്റ് മെറ്റൽ, അല്ലെങ്കിൽ പീരീഡ് 3 ആ അല്ലേ സോഡിയമാണ്. കാരണം പീരീഡ് 3 ഏറ്റവും ലെഫ്റ്റ് സൈഡിൽ വരുന്ന സോഡിയമാണ്. അറേഞ്ച് ദ ഫോളോയിങ് ഒരു 4 ക്വസ്റ്റ്യൻ എഴുതിക്കോ, അത് ഹോംവർക്കാണ്. അറേഞ്ച് ദ ഫോളോയിങ്. അക്കോർഡിംഗ് ടു ദ മറ്റേ ഇൻസ്ട്രക്ഷൻ ഗിവൺ ഇൻ ദ ബ്രാക്കറ്റ് ആണ്. അക്കോർഡിംഗ് ടു ദ ഇൻസ്ട്രക്ഷൻ ഗിവൺ ഇൻ ദ ബ്രാക്കറ്റ് ആണ്. അത് എഴുതിയില്ലാലും കുഴപ്പമില്ല. ഒന്നാമത്തേത് കെ പി ബി എന്ന് പറയുമ്പോൾ ലെഡാണ്, ക്യാപിറ്റൽ ബി സ്മോൾ ലെറ്റർ ബി. പി ബി കാൽസ്യം സിങ്ക് ബ്രാക്കറ്റിലെ ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് റിയാക്ടിവിറ്റി. സർ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ പറഞ്ഞേ. അറേഞ്ച് ദ ഫോളോയിങ് ആണ്. അക്കോർഡിംഗ് ടു ദി ഇൻസ്ട്രക്ഷൻ ഗിവൻ ഇൻ ദ ബ്രാക്കറ്റ് ആണ്. അതിൽ ഒന്നാമത്തേത് പൊട്ടാസ്യം ലെഡ് എന്ന് പറയുമ്പോൾ പി ബി ആണ്. കെ പി ബി സി എ ഇസഡ് എൻ ബ്രാക്കറ്റിൽ ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് റിയാക്ടിവിറ്റി. അതിൻ്റെ ബി ലിഥിയം പൊട്ടാസ്യം സോഡിയം ഹൈഡ്രജൻ ബ്രാക്കറ്റിൽ ഡിക്രീസിംഗ് ഓർഡർ ഓഫ് അയണൈസേഷൻ പൊട്ടൻഷ്യൽ. മൂന്നാമത്തേത് ഫ്ലൂറിൻ ബോറോൺ നൈട്രജൻ ഓക്സിജൻ. ഡിക്രീസിംഗ് ഓർഡർ ഓഫ് ഇലക്ട്രോൺ അഫിനിറ്റി.